ജനുവരി 29 ഡിഗ്രി തല പരീക്ഷകൾക്കുള്ള അപ്ലിക്കേഷൻ ഡേറ്റ് അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും പരീക്ഷ അപ്ലൈ ചെയ്ത് പഠിത്തം സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അവിടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സാം നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് 1,80,000-ഓളം ആൾക്കാർ SI ഓപ്പൺ കാറ്റഗറിയിലും ആംഡ് പോലീസ് 1,00,000-ഓളം ആൾക്കാരുമാണ് അപ്ലിക്കേഷനുള്ളത്. ഏകദേശം ഒരു 30,000 മുതൽ 40,000 വരെയുള്ള അപ്ലിക്കൻസിൻ്റെ കുറവ് ഇത്തവണ വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയും നിങ്ങൾ കണ്ടു കാണും. അതായത് നിങ്ങൾക്കുള്ള കോമ്പറ്റീഷൻ സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഡിഗ്രി തല പരീക്ഷകൾ നമ്മളിന്ന് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും ടഫേറിയ പരീക്ഷ സെക്രട്ടേറിയറ്റോ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റോ ഒന്നുമല്ലെന്ന് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും. അതിന് കാരണം കട്ട് ഓഫും എടുക്കുന്ന ആൾക്കാരുടെ എണ്ണവും ഒക്കെയുള്ള SI എന്നുള്ള ഒരു എക്സാമാണ്. SI എക്സാമിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയുള്ള ഒരു പരീക്ഷ എങ്ങനെ ക്രാക്ക് ചെയ്യും? അവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്നാമതായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കുകളെ കുറിച്ചുള്ള ഒരു ധാരണ. ഇപ്പോൾ IPC, CRPC പോലെയുള്ള ക്രിമിനൽ കോഡുകൾ മാറി ഏറ്റവും പുതിയ BNS-ഉം BNSS-ഉം BSA എല്ലാം സിലബസിലോട്ട് വന്ന കാര്യം നിങ്ങൾക്കറിയാം. എന്നാൽ പഴയ സൈക്കോളജി, RTA ആക്ട്, IT ആക്ട്, സൈബർ ക്രൈം പോലെയുള്ള കാര്യങ്ങൾ സിലബസിൽ തുടരുന്നുണ്ട് താനും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ഈ 45 മാർക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ ആദ്യമേ പഠിച്ച് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായും നിങ്ങളെ കട്ട് ഓഫ് മാർക്ക് മറികടക്കാനും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് മുന്നിലെത്തിക്കാനും സഹായിക്കും. ഈ ഒരു ഐഡിയയിൽ നിന്നുകൊണ്ടാണ് KS മെൻറ്ററിൻ്റെ SI മെയിൻസ് ഫോക്കസ് ചെയ്തുള്ള ബാച്ചുകൾ റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ബാച്ചിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പോഴേ സ്പെഷ്യൽ ടോപ്പിക്കുകൾ നിങ്ങളുടെ സ്ട്രോങ് ആക്കുക. അതുപോലെ തന്നെ ഏറ്റവും മാറിയ ക്രിമിനൽ കോഡുകളുടെ ഹാൻഡ് ഔട്ട് നിങ്ങളിലോട്ട് എത്തിക്കുക. അതിൻ്റെ PSC മാതൃകയിലുള്ള ഇതിനു മുമ്പ് BNS-ലെ ചോദ്യം നിങ്ങളുടെ കയ്യില്ല എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിലെ മുമ്പുള്ള മാതൃകകൾ പരിശോധിച്ചുകൊണ്ട് അതുപോലെയുള്ള പ്രാക്ടീസ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരിക. ആൻഡ് ഏറ്റവും അവസാനം നല്ലൊരു ടെസ്റ്റ് സീരീസിലൂടെ നിങ്ങളെ റാങ്ക് ലിസ്റ്റിലോട്ട് എത്തിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഈ മെയിൻസ് ബാച്ച് ജോയിൻ ചെയ്തുകൊണ്ട് പഠിത്തം ആരംഭിക്കുക. മെയ് ജൂൺ മാസത്തിൽ പ്രിലിംസ് നടക്കാൻ പോവാണ്. സെപ്റ്റംബറിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ SI മെയിൻസ് നടക്കും. നിങ്ങളുടെ മുന്നിൽ അധികം സമയമില്ല. കോമ്പറ്റീഷൻ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളത് പോസിറ്റീവായിട്ട് തന്നെ കണ്ടുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എത്രയാണോ SI വേക്കൻസികൾ അതിലൊന്ന് നിങ്ങളുടെ കയ്യിലിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക.